രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കൊടുവിൽ കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ കൈവിട്ട പ്രസിഡന്റ് സ്ഥാനം വീണ്ടും CPM തിരിച്ചുപിടിച്ചു. UDFന്റെ അവിശ്വാസത്തിൽ പുറത്താക്കപ്പെട്ട ടി ഉണ്ണികൃഷ്ണൻ തന്നെ വീണ്ടും പ്രസിഡന്റായാണ് CPM മധുര പ്രതികാരം തീർത്തത്. 7-നെതിരെ 8 വോട്ടുകൾ നേടി. 1 വോട്ട് അസാധുവാവുകയും ഏക BJP അംഗം വിട്ടുനിൽക്കുകയും ചെയ്തു. അവിശ്വാസത്തിൽ പിന്തുണച്ച കോൺഗ്രസ് അംഗം ഷഫീഖിന്റെ പിന്തുണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും CPMന് ലഭിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായ ടി ഉണ്ണികൃഷ്ണനെ UDF അവിശ്വാസത്തിലൂടെ പുറത്താക്കിയിരുന്നു. BJP അംഗത്തിന്റെ പിന്തുണയോടെയായിരുന്നു ഇത്. തുടർന്ന് മുസ്ലിം ലീഗിലെ MC അബ്ദുൽ അസീസ് പ്രസിഡന്റായി. 1.5 വർഷത്തിനു ശേഷം കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ CPM അവിശ്വാസം കൊണ്ടുവരികയും പാസാക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ കളികളിലൂടെയാണ് പഞ്ചായത്ത് ഭരണം വീണ്ടും CPMന്റെ കൈകളിലെത്തിയത്. 7-നെതിരെ 8 വോട്ടുകൾക്ക് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വിജയിച്ചു. നമ്മുടെ കൊപ്പം പഞ്ചായത്തിലെ കഴിഞ്ഞ LDF ഭരണസമിതികൾ തുടങ്ങി വെച്ചതും തീർപ്പാക്കേണ്ടതുമായ നിരവധി വികസന പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കുക എന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ ആവശ്യമാണ്, ആഗ്രഹമാണ്. അത് സാക്ഷാത്കരിക്കുക എന്നാണ് ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. അത് പൂർത്തീകരിക്കും. 4 വർഷത്തിനിടെ 3 തവണ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും 2 തവണ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതുമൊക്കെ അപൂർവമാണ്. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDFനും UDFനും 8 സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. BJPക്ക് 1 അംഗവുമുണ്ട്. ഇതിൽ കോൺഗ്രസ് അംഗം കൂറുമാറിയതോടെ CPMന് അംഗബലം കൂടി. അതുകൊണ്ട് ഇനിയുള്ള ഭരണം അനായാസമാകുമെന്ന പ്രതീക്ഷ CPMനുണ്ട്. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.